أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്നതിൽ രണ്ട് ഫായിദ പറഞ്ഞു. ഇനി അൽ ഫായിദത്തു സാലിസത്ത മൂന്നാമത്തെ ഫായിദ പറയാണ്. അൽ മുൽക്ക് എന്നുള്ളത് ഇബാറത്തുൻ അൽ ഖുദറത്തി കഴിവിനെ തൊട്ട് പറയപ്പെടുന്നതാണ്, അധികാരത്തെ തൊട്ട് പറയുന്നതാണ്. ഇപ്പോൾ കൗനിഹി മാലിക്കൻ ഇപ്പോൾ കൗനുഹു അപ്പോൾ അള്ളാഹൽ മാലിക്കാകൽ അപ്പോൾ മലിക്കാകലും ഉടമസ്ഥനാവുക, ഈ എന്താണ് യജമാനനാവുക, എന്താണ് രാജാവാവുക എന്നുള്ളത് ഇബാറത്തുനിൽ കുതിറത്തി അതൊക്കെ കഴിവാണ്, കഴിവിനെ തൊട്ട് പറയപ്പെടുന്നതാണ്. ഹൗന ബാസൻ ഇവിടെ ഒരു ചർച്ചയുണ്ട്. വഹു അത് ഇവിടെ ഒരു ചർച്ചയുണ്ട്. വഹു അതെന്താ അന്നഹു താൽ അള്ളാഹു ഇമ്മായക്കൂന മാലിക്കൻ ലിൽ മൗജൂദാത്തി മലിക്കൻ ലിൽ മൗജൂദാത്തി ഔലിൽ മഅദൂമാത്തി വല്ലവ്വൽ ബാത്തിലൻ. അതെന്താണ് അത്? അള്ളാഹു താല ഒന്നുകിൽ അവൻ മൗജൂദാത്ത് ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഉള്ള വസ്തുക്കൾക്കെല്ലാം രാജാവാണ്. അവലിൽ മഅദുമാത്തി അല്ലെങ്കിൽ ഇല്ലാത്തവകൾക്കുള്ള മലിക്കാണ്, രാജാവാണ്. വല്ലവല് ബാത്തിലൻ ഒന്നാമത്തേത് ബാത്തിലാണ്, അതായത് മൗജൂദാത്തിനുള്ള മലിക്കാണെന്നുള്ളത് ബാത്തിലാണ്. കാരണം ലിയ ഇന്ന ഈജാദൽ മൗജൂദാത്തി മുഹാലൻ മൗജൂദാത്തിനെ ഉണ്ടാക്കൽ മുഹാലല്ലേ. അപ്പോൾ ഫല ഖുദ്റത്തില്ല അലൽ മൗജൂദാത്ത് ഇല്ലാ ബിൽ ഇദാമി. അപ്പോൾ അള്ളാഹുക്ക് കഴിവുണ്ടാകൂല മൗജൂദാത്തിൻ്റെ മേൽ ഇല്ലാ ബിൽ ഇദാമി ഇല്ലാതാക്കൽ കൊണ്ടല്ലാതെ കഴിവില്ല. വാലാഹാദ അപ്പോൾ ഇത് പ്രകാരം ഇത് തഖ്രീരി ഈ സമർത്ഥനം പ്രകാരം ഫല മാലിക ഇല്ലാലിൽ ആദിമി, അപ്പോൾ ആദിമിനല്ലാതെ മാലിക്കില്ല. ഫല മാലിക ഇല്ലാലിൽ ആദിമി ആദിമിനല്ലാതെ മാലിക്കില്ല. അപ്പോൾ ഇല്ലാതാക്കാനല്ലാതെ മാലിക്കില്ല എന്നാക്കി. വസാന് രണ്ടാമത്തേത് ഇല്ലായ്മകൾക്കുള്ള മലിക്കാണോ എന്ന് വെക്കുമ്പോൾ അത് ബാത്തിലും വീണ്ടും ബാത്തിലാണ്. കാരണം അന്നഹു യഖ്തദി അത് തേടും അന്തകൂന ഖുദ്റത്തുഹു വ മുൽക്കു അള്ളാഹിൻ്റെ കഴിവും അള്ളാഹിൻ്റെ അധികാരവും അലൽ അദമിൻ്റെ മേലാകൽ. വയൽസമ യുഖാല പറയപ്പെടൽ ആസിമാകും ഇന്നഹു ലൈസലില്ലാഹി ഫിൽ മൗജൂദാത്തി മാലിക്കിയത്തൻ വലാ മുൽക്കൻ. അള്ളാഹു താലാക്ക് മൗജൂദാത്തുകളിൽ എന്തില്ല? മാലിക്കിയത്തില്ല. വലാ മുൽക്കൻ അധികാരവും ഇല്ല, ഉടമസ്ഥതയില്ല എന്ന് പറയേണ്ടി വരും. വഹദ ബഈദുൻ ഇത് അങ്ങേയറ്റമാ ബഈദാണ്, വിദൂരമാണ്. ഇപ്പോൾ രണ്ട് നിലക്ക് പറഞ്ഞാലും ഇതാ വൽ ജവാബ് അതിന് ഉത്തരം എന്താ? അനല്ലാഹു താല മാലിക്കുൽ മൗജൂദാത്തി വ മലിക്കുഹ അള്ളാഹു മൗജൂദായ വസ്തുക്കളുടെ എല്ലാം ഉടമസ്ഥനും അതിൻ്റെ മലിക്കുമാണ്, അതിൻ്റെ രാജാവുമാണ്. വിമാന അന്നഹു താല ഖാദിറുൻ അലാ നഖ്ലിഹ അതായത് അള്ളാഹു താല കഴിവുള്ളവനാണ് അതിനെ നഖ്ല് ചെയ്യാൻ. മിനൽ വുജൂദി ഇലൽ അദ്ബി ഉണ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് അതിനെ നീക്കാനും. ഔബിമാന അല്ലെങ്കിൽ അന്നഹു ഖാദിറുൻ അലാ നഖ്ലിഹ മിൻ സിഫത്തിൻ ഇലാ സിഫത്തിൻ ഒരു സിഫത്തിൽ നിന്ന് മറ്റൊരു സിഫത്തിലേക്ക് അതിനെ നീക്കാൻ കഴിവുണ്ട് എന്ന മാനക്കാണ്. വഹാദിൽ ഖുദ്റത്തു ലൈസത്ത് ഇല്ലാലില്ലാഹി തആല ഈ കഴിവ് അല്ലാഹുക്കല്ലാതെ ഇല്ല. അപ്പോൾ ഫൽ മാലിക്കുൽ ഹഖ് യഥാർത്ഥ മലിക് രാജാവ് ഹുവല്ലാഹു സുബ്ഹാനഹു തആലയാണ്, അള്ളാഹു തആലയാണ്. ഇദാ റഫ്ത നീ അറിഞ്ഞാൽ അന്നഹുൽ മലിക്കുൽ ഹഖ് അവനാണ് യഥാർത്ഥ രാജാവെന്ന് നീ അറിഞ്ഞാൽ ഫനഖൂൽ നാം പറയും ഇന്നഹുൽ മലിക്കുൽ യൗമിദ്ദീൻ അവനാണ് അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ, ആ മലിക് രാജാവ്. വദാലിക്കതിൽ അന്നൽ ഖുദ്റത അലാ ഇഹ്യാഇൽ ഖൽഖി ജീവികളെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ബാദ മൗത്തി മരിപ്പിച്ച ശേഷം ലൈസത്ത് അതില്ല ലില്ലാ അള്ളാഹ്ക്കല്ലാതെ ഇല്ലാ കഴിവ്. വല്ലിൽമു ബിതിൽക്കൽ അജ്സാഇൽ മുതഫരിഖത്തി ഫിനൽ അബ്ദാനിൻ നാസ് ലൈസ ഇല്ലാ ലില്ലാഹി ആ ജനങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ജുസുക്കളെ കൊണ്ടുള്ള അവയവങ്ങളെ കൊണ്ടുള്ള അറിവ് അള്ളാഹുവിനല്ലാതെ ഇല്ല. അപ്പോൾ ഫൈദാ കാനൽ ഹശ്റു വൻ നശ്റു വൽ ബാസു വൽ ഖിയാമത്തു അപ്പോൾ ഹശ്റും നശ്റും മാഷറയും ഒരുമിച്ച് കൂട്ടലും അതുപോലെ തന്നെ വിചാരണയും പുനർജന്മവും അന്ത്യനാളെല്ലാം ലായത്ത അത് സൗകര്യമാകൂല ഇല്ലാ ബി ഇൽമിൻ മുതഅല്ലിഖിൻ ബി ജമീൽ മാലൂമാത്തി എല്ലാ മാലൂമാത്തിനോട് ബന്ധിച്ച ഇൽമു കൊണ്ടല്ലാതെ ഖുദ്റത്ത് മുതഅല്ലിഖത്തിൻ ബി ജമീൽ മുംകിനാത്തി എല്ലാ മുംകിനാത്തിനോട് ബന്ധിച്ച ഖുദ്റത്ത് കൊണ്ടിട്ടല്ലാതെ സൗകര്യമാകൂല. അപ്പോൾ സബത സ്ഥിരപ്പെട്ടു അന്നഹു ലാ മാലിക ലി യൗമിദ്ദീനി എന്താ സ്ഥിരപ്പെട്ടത്?
ലാ മാലിക ലിയൗമിദ്ദീൻ, അന്ത്യദിനത്തിന് ഉടമസ്ഥനില്ല ഇല്ലല്ലാ, അല്ലാഹ് അല്ലാതെ ഉടമസ്ഥനില്ല. വതമാമുൽ കലാമി ഫി ഹാദൽ ഫസ്ലി, കലാമിനെ പൂർണ്ണമാക്കൽ ഈ ഫസ്ലിൽ മുതഅല്ലിഖം ബി മസ്അലത്തിൽ ഹശ്രി വന്നശ്രി, അത് ബന്ധിച്ചതാണ് ഹശ്ർ നശ്ർ മസലയോട് ബന്ധിച്ചതാണ്. ഈ പാഠത്തിലുള്ള സംസാരത്തെ പൂർത്തീകരണം അത് ഹശ്ർ നശ്റിനോട് ബന്ധിച്ചതാണ്. ഫൈങ്കില ചോദിക്കപ്പെട്ട ഇന്നൽ മാലിക്കലായിക്കൂന് മാലിക്കൻ ലി ഷൈഇ ഇല്ലാ ഇദാ കാനൽ മംലൂക്ക് മൗജൂദൻ, മാലിക് എന്നുള്ളത് മാലിക്കാവൂലല്ലോ, ഒരു വസ്തുവിന് മാലിക്കാണെങ്കിൽ ആ മംലൂക്ക് മൗജൂദാകണമല്ലോ, ആ അടിമ ഉണ്ടായാലല്ലേ അടിമക്ക് ഉടമസ്ഥൻ എന്നുള്ള സ്ഥിരപ്പെടുള്ളൂ. വൽ ഖിയാമത്ത് ഗൈറു മൗജൂദത്തിൻ ഫിൽ ഹാൽ, ഖിയാമത്താകുന്നത് ഒരവസ്ഥയിലും മൗജൂദത്തല്ലല്ലോ, അന്ത്യദിനം എന്നുള്ളത് മൗജൂദത്തല്ലല്ലോ, അപ്പോൾ എങ്ങനെ അതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയാമെന്ന്. അപ്പോൾ ഫലായക്കൂൻ അള്ളാഹു മാലിക്കൻ ലിയൗമിദ്ദീൻ, അപ്പോൾ അള്ളാഹു താല അന്ത്യദിനത്തിന് മാലിക്കല്ലല്ലോ. ബലിൽ വാജിബൻ യുഖാല മാലിക്കു യൗമിദ്ദീൻ, ബലിൽ വാജിബൻ യുഖാല, ബലിൽ വാജിബ് എങ്കിലും വാജിബ് നിർബന്ധമായി യുഖാല പറയലാണ് മാലിക്കു യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറയൽ ബിദലീലി അന്നഹു ലൗ ഖാല, ബിദലീലി അന്നഹു ലൗ ഖാല അന ഖാത്തിലു സൈദിൻ, ഞാൻ സൈദിനെ കൊല്ലുന്നവനാണെന്ന് പറഞ്ഞാലുള്ള ദലീൽ കൊണ്ട്. ഫാദാ ഇഖ്റാറുൻ, അപ്പോൾ അത് ഇഖ്റാറാണ്, അംഗീകരിക്കലാണ്, സമ്മതിക്കലാണ്. അപ്പോൾ വലൗ ഖാല അന ഖാത്തിലുൻ സൈദൻ എന്ന് പറഞ്ഞാൽ ബി തൻവീന് കൊണ്ട് കാന തഹദീദൻ വ വഈദൻ, അപ്പോൾ അത് എന്താകും, ഭീഷണിപ്പെടുത്തലാണ്, പേടിപ്പിക്കലാവുള്ളൂ. അപ്പോൾ അന ഖാത്തിലു സൈദിൻ എന്ന് പറയുന്നത് മാലിക് യൗമിദ്ദീൻ പോലെ അല്ലേ. ഫഹാദ ഇഖ്റാറൻ, അത് ഇഖ്റാറാണ്, സമ്മതിക്കലാണ്. അപ്പോൾ ഇനി അന ഖാത്തിലു സൈദൻ എന്ന് പറഞ്ഞാലോ, സൈദിൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം, സൈദൻ എന്ന് പറയുമ്പോൾ തൻവീന് കൊണ്ട് സൈദ് എന്ന് പറയുകയാണെങ്കിലാ കാല തഹദീദൻ വ വഈദൻ, അത് വഈദല്ലേ ആകുള്ളൂ. കുലനാമർ അൽ ഹക്കു മാതക്കറത്തും, സത്യം നിങ്ങൾ പറഞ്ഞതാണ്. ഇല്ലാ അന്ന ഖിയാമൽ ഖിയാമത്ത്, ഖിയാമത്തിൻ്റെ നിലനിൽപ്പ്, ലമാക്കാൻ അമ്രൻ ഹക്കൻ, അതായത് അന്ത്യനാൾ ഉണ്ടാവുക എന്നുള്ളത് അത് സത്യമായ കാര്യമായപ്പോൾ ലാ യജൂസുൽ ഇഖ്ലാലു ഫിൽ ഹിക്മത്തി, ഹിക്മത്തിൽ ഒഴിവാകൽ ജായിസല്ല. അപ്പോൾ ജാല വുജൂദൽ ഖിയാമത്തി, അപ്പോൾ ഖിയാമത്തിൻ്റെ വുജൂദായി കൽ അംറിൽ ഖായിമി ഫിൽ ഹാലിൽ ഹാസിലി ഫിൽ ഹാൽ, ഇപ്പോൾ കരസ്ഥമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന കാര്യം പോലെ ആയി. അപ്പോൾ അത് അങ്ങനെ ഉണ്ടായതുപോലെ ആക്കിയതാണ്. വൈദൻ വീണ്ടും മൻ മാത്ത ഫഖദ് ഖാമത്ത് ഖിയാമത്തു എന്നല്ലേ, ആരെങ്കിലും മരിച്ചാൽ അവൻ്റെ ഖിയാമത്ത് നിലനിന്നുന്ന. അപ്പോൾ ഫഖാനത്തിൽ ഖിയാമത്ത് ഹാസിറത്തൻ ഫിൽ ഹാലി ഫസാല സുആലു, അപ്പോൾ ഖിയാമത്ത് എന്തായി, ഈ ഇപ്പം തന്നെ ഉണ്ട്, അപ്പോൾ സുആല് ചോദ്യം ഇല്ലാതെയായി. ഇനി അൽ ഫായിദത്തു റാബിയത്തു, നാലാമത്തെ ഫായിദ എന്താ പറയുക, അന്നഹു തആല അല്ലാഹു ദക്കറ ഫി ഹാദിഹി സൂറത്ത്, ഈ സൂറത്തിൽ പറഞ്ഞു, മിൻ അസ്മായി നഫ്സിഹി ഖംസത്തൻ, അവൻ്റെ വിശേഷണങ്ങളിൽ നിന്ന്, അവൻ്റെ പേരുകളിൽ നിന്നിട്ട് 5 പേര് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ പേരുകളിൽ നിന്ന് 5 എണ്ണം, അള്ളാഹ്, റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക്, 5 എണ്ണം. വസ്സബബു ഫി, ഇതിലുള്ള കാരണം കന്നഹു യഖൂൽ, അപ്പോൾ അള്ളാഹ് പറയുന്ന പോലെയാണ്, ഖലഖ്തുക അവ്വലൻ, അവൻ ഞാൻ നിന്നെ സൃഷ്ടിച്ചു ആദ്യം, ഫാന ഇലാഹുൻ, അപ്പോൾ ഞാൻ ഇലാഹ് സൃഷ്ടാവാണ്, സുമ്മ റബ്ബൈതുക, പിന്നെ ഞാൻ നിന്നെ പരിപാലിച്ചു, അപ്പോൾ ഞാൻ ആരാധ്യനാണ് അല്ലേ. ഖലഖ്തുക അവ്വലൻ, നിന്നെ ഞാൻ ആദ്യം പടച്ചു, അപ്പോൾ ഞാൻ ഇലാഹുൻ ആരാധ്യനാണ്. സുമ്മ റബ്ബൈതുക, പിന്നെ ഞാൻ നിന്നെ പരിപാലിച്ചു, ബി വുജൂഹിൻ നിഅമി, അനുഗ്രഹങ്ങളുടെ വിവിധ ഇനങ്ങളെ കൊണ്ട് നിന്നെ ഞാൻ പരിപാലിച്ചു, ഫാന റബ്ബൻ, അപ്പോൾ ഞാൻ റബ്ബാണ്. സുമ്മ അസൈത്ത, പിന്നെ നീ എന്നോട് എതിര് ചെയ്തു, സതർത്തു അലൈക്ക, അപ്പോൾ ഞാൻ നിൻ്റെ മേലെ അതിനെ ഞാൻ എന്ത് ചെയ്തു, മറച്ചു വെച്ചു, ഫാന റഹ്മാൻ, അപ്പോൾ ഞാൻ റഹ്മാനാണ്. സുമ്മത്ത് ബുത്ത, പിന്നെ നീ പൊറുക്കൽ തേടി, തൗബ തേടി, അപ്പോൾ ഫഗഫർത്തുലക, നിനക്ക് ഞാൻ പുറത്തു തന്നു, ഫാന റഹീമൻ, അപ്പോൾ ഞാൻ ആരാണ്, റഹീമാണ്. സുമ്മ ലാ ബുദ്ദ മിൻ ഈസാലിൽ ജസായിലൈക്ക, പിന്നെ നിനക്ക് എന്താണ് കൂടാതെ കഴിയുകയില്ല, പ്രതിഫലം കിട്ടൽ കൂടാതെ കഴിയുകയില്ല, അപ്പോൾ ഫാന മാലികു യൗമിദ്ദീൻ, അപ്പോൾ ഞാൻ പ്രതിഫല ദിവസത്തിന് ഉടമസ്ഥനാണ് എന്ന്. ഫൈങ്കില ചോദിക്കപ്പെട്ട ഇന്നഹു തആല ദക്കറ റഹ്മാൻ റഹീം, അള്ളാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു, ഫി തസ്മിയത്തി മറത്തൻ,
വാഹിദ, ഒരു പ്രാവശ്യം ബിസ്മിയിൽ പറഞ്ഞല്ലോ. വഫി സൂറത്തി, ഈ സൂറത്തിൽ മറത്തൻ സാനിയത്തൻ, മറ്റൊരു വട്ടം കൂടി പറഞ്ഞു. തക്രീറു ഫീഹിമ ഹാസിലൻ, അപ്പോൾ ഇത് രണ്ടിലുള്ള ആവർത്തനം ഹാസിലാണ്. വഗൈറു ഹാസിലിൻ ഫിൽ അസ്മായി സലാസത്തി, മറ്റ് 3 ഇസ്മുകളിൽ ഹാസിലില്ല. ഫമൽ ഹിക്മ, അപ്പോൾ എന്താ ഹിക്മത്ത്? അപ്പം മൊത്തം 5 ഇസ്മ പറഞ്ഞിട്ട് 2 ആവർത്തിച്ചോളൂ എന്ന് റബ്ബ് പറഞ്ഞു. റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക്, അള്ളാഹ് എന്നുള്ള 5 ഇസ്മുകൾ റഹ്മാൻ റഹീമിനെ ആവർത്തിച്ച് പറഞ്ഞോളൂ. അതിൻ്റെ ഹിക്മത്ത് എന്താ? കുൽന, നാം പറയും ആ തഖ്ദീർ, സങ്കല്പിക്കൽ കാന്നഹു ഖീല, പറയപ്പെട്ടതുപോലെയാണ്. എന്താണ് പറയപ്പെട്ടതുപോലെ? ഉദ്കുർ, നീ പറയുക, അന്നി ഇലാഹുൻ, ഞാൻ റബ്ബ്, ഞാൻ ആരാധ്യനാണ്, വറബ്ബൻ, ഞാൻ റബ്ബാണ്, മറത്തൻ വാഹിദ, ഒറ്റവട്ടം പറയുക. വദ്കുറു, നീ പറയുക, അന്നി റഹ്മാനുൻ, റഹ്മാനുൻ റഹീമുൻ, ഞാൻ റഹ്മാനാണ് റഹീമാണെന്ന് മറത്തൻ 2 വട്ടം പറയണം. ലീ താലം, നീ അറിയാൻ വേണ്ടി, അന്നൽ ഇനായത്ത ബിർ റഹ്മത്തി, റഹ്മത്ത് കൊണ്ടുള്ള പരിഗണന അക്സറാണ് മിൻഹാ ബിസായിലുമൂരി, മറ്റു കാര്യങ്ങൾ കൊണ്ടുള്ള പരിഗണനയേക്കാൾ അധികരിച്ചതാണ് കാരുണ്യം കൊണ്ടുള്ള പരിഗണന. സുമ്മലമ്മ ബയ്യന റഹ്മത്ത അൽ മുലാഫത്ത, പിന്നെ അള്ളാഹ് വ്യക്തമാക്കിയപ്പോൾ റഹ്മത്തിന്, അൽ മുലാഫത്ത, ഇരട്ടിക്കപ്പെട്ട റഹ്മത്തിനെ വ്യക്തമാക്കിയപ്പോൾ, ഫക്കാന്നൗക്കാൽ, അപ്പോൾ അള്ളാഹ് പറഞ്ഞതുപോലെയാണ്, ലാ തഖ്തറു ബിദാലിക, നിങ്ങൾ വഞ്ചിതരാകണ്ട, ബിദാലിക, കാരുണ്യം കൊണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. ഫഇന്നി മാലിക് യൗമുദ്ദീൻ, തീർച്ചയായും ഞാൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്. നദീറു, അതിൻ്റെ നദീർ എങ്ങനെയാണ്? ഖൗലു തആല, അള്ളാഹിൻ്റെ ഖൗലാണ്, ഗാഫിറു ദംബി വ ഖാബിലു തൗബ് ശദീദുൽ ഇഖാബി തൗൽ, കണ്ട, അള്ളാഹ് പുറത്തു വരും, തൗബ സ്വീകരിക്കും, പക്ഷേ ശദീദുൽ ഇഖാബ്, ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്, തൗലാണ് അല്ലേ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുപോലെയാണത്. ഇനി അൽ ഫായിദത്തുൽ ഖാമിസ്, 5ാമത്തെ ഫായിദ. ഖാലത്തിൽ ഖദരിയത്ത് പറഞ്ഞു, ഇൻകാന ഖാലിഖുൽ അമാലിൽ ഇബാദി വല്ലാഹു ഇംതനഅൽ ഖൗലു ബിസ്സവാബി വൽ ഇഖാബി വൽ ജസാഇ, അള്ളാഹുവാണ് അടിമകളുടെ പ്രവർത്തനങ്ങളുടെയും സൃഷ്ടാവ് അള്ളയാണെങ്കിൽ, ഇംതനഅൽ ഖൗലു ബിസ്സവാബി വൽ ഇഖാബി വൽ ജസാഇ, അപ്പോൾ എന്താണ്? ശിക്ഷയുണ്ട്, കൂലിയുണ്ട് എന്നൊക്കെ പറയൽ മുംതനിയല്ലേ? അത് ശരിയാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ലി അന്ന സവാബർ റജുലി അലാമാലം യഅലമുഹു അബസൻ, കാരണം അടിമ ചെയ്യാത്തത്, ഒരു മനുഷ്യൻ ചെയ്യാത്തതിന് പ്രതിഫലം കൊടുക്കൽ, അത് വെറുതെ അല്ല, അത് അബസൻ, അത് കളിയല്ലേ? എന്ന സവാബർ റജുലി, റജുലിൻ്റെ പ്രതിഫലം, അലാമാ, ഒന്നിൻ്റെ മേൽ, ലം യഅമൽഹു, അവനതിനെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ മേൽ പ്രതിഫലം കൊടുക്കൽ അബസല്ലേ? വൈഖാബുഹു അലാമാലം യഅലമുഹു ദുൽമൻ, അവൻ ചെയ്യാത്തതിൻ്റെ മേൽ അവനെ ശിക്ഷിക്കൽ അത് അക്രമമല്ലേ എന്ന് ചോദിച്ചു. വഹാലാദ തഖ്ദീർ, ഈ സങ്കല്പപ്രകാരം ഫയബുത്തുൽ കൗനു മാലിക്കൽ യൗമുദ്ദീൻ, അല്ലാഹു തആല അന്ത്യദിനത്തിൻ്റെ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണെന്നത് ബാത്തിലാകുമല്ലോ എന്ന്. വഖാലത്തുൽ ജബരിയത്ത് പറഞ്ഞു, ലൗലം തക്കുൻ അമാൽ ഇബാദ് ബി തഖ്ദീരില്ലാഹി വ തർജീഹിഹി ലം യകുൻ മാലിക്കൻ ലഹാ. അവ നേരത്തെയും പറഞ്ഞല്ലോ, ഇവിടെ ഖദരിയത്തിൻ്റെ ജബരിയത്തിൻ്റെ വാദങ്ങൾ നമ്മൾ അർ റഹ്മാൻ റഹീമിൻ്റെ അടുത്തും പറഞ്ഞില്ലേ, ഇവിടെ മാലിക് യൗമുദ്ദീൻ്റെ അടുത്ത് വീണ്ടും പറയണം അല്ലേ. ജബരിയത്ത് എന്താ പറഞ്ഞു? ലൗലം തക്കുൻ അമാലുൽ ഇബാദി ബി തഖ്ദീരില്ലാഹി വ തർജീഹിഹി, അല്ലാഹു തആല അള്ളാഹുവിൻ്റെ തഖ്ദീറും അള്ളാഹുവിൻ്റെ തർജീഹും കൊണ്ട് അടിമകളുടെ പ്രവർത്തനമായിട്ടില്ലെങ്കിൽ, അള്ളാഹ് ഖദറാക്കിയത് കൊണ്ടിട്ടായില്ലെങ്കിൽ, ലം യക്കുൻ മാലിക്കൻ ലഹ, അള്ളാഹ് അതിന് മാലിക്കാവൂലല്ലോ. ജബരിയത്ത് പറയണം, ലൗലം തക്കുൻ അമാലുൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളായിട്ടില്ലെങ്കിൽ, അള്ളാഹു ഖദറാക്കിയത് കൊണ്ടിട്ടായില്ലെങ്കിൽ, അള്ളാഹു അതിനെ റാജിഹാക്കിയത് കൊണ്ടിട്ടായില്ലെങ്കിൽ, അള്ളാഹു അതിനെ പ്രബലപ്പെടുത്തത് കൊണ്ടിട്ടായില്ലെങ്കിൽ, ലം യക്കുൻ മാലിക്കൻ ലഹ, അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹ് അതിൻ്റെ മാലിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അടിമകളുടെ പ്രവൃത്തിയുടെ മാലിക് അള്ളാഹു ആണെന്ന് പറയണമെങ്കിൽ അള്ളാഹ് തഖ്ദീറാക്കണം. അപ്പോൾ വലമാജുമൽ മുസ്ലിമൂൻ അലാ കൗനി മാലിക്കൻ ലിൽ ഇബാദി വ അമാലിഹിം, മുസ്ലിമുകൾ യോജിച്ചു എന്തിൻ്റെ മേൽ? അള്ളാഹു അടിമയുടെ പ്രവർത്തനങ്ങൾക്കും അടിമകളുടെയും ഉടമസ്ഥനാണ്, അടിമകളുടെ പ്രവർത്തനങ്ങളുടെ ഉടമസ്ഥനാണെന്നല്ലേ നമ്മൾ ശറഉൽ ഖായിദയിലൊക്കെ പഠിച്ചത്. അപ്പോൾ അങ്ങനെ യോജിച്ചപ്പോൾ അലിംന, നമ്മ അറിഞ്ഞു, അന്നഹു ഖാലിഖുൻ ലഹാ, അള്ളാഹു ആണ് അവകളുടെ ഖാലിഖ്, സൃഷ്ടാവ്, മുഖദ്ദിറുൻ ലഹ, അതിനെ തഖ്ദീറാക്കുന്നവൻ അവനാണ്. വല്ലാഹു ആലം, അള്ളാഹുവിനെ ഏറ്റവും അറിയാം. അപ്പോൾ ഇവിടെ അതിന് റദ്ദൊന്നും ചെയ്യണില്ല റാസി ഇമാം അല്ലേ, ഇവിടെ അങ്ങനെ ഉദ്ധരിച്ചിട്ടുള്ളൂ ഖദരിയത്തിൻ്റെയും ജബരിയത്തിൻ്റെയും വാദം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമുക്കത് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.